ഹലോ എവരി വൺ, വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി വേൾഡ്. ഡോക്ടർ പ്രീതൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ഡോക്ടർ പ്രീതി ഉണ്ണികൃഷ്ണൻ, അതും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ഇത് അമ്മയാണ്, ഡോക്ടർ മാമിന്റെ അമ്മയാണ്. അപ്പം ഞാൻ നേരത്തെ ഡോക്ടറുടെ അടുത്ത് ചെന്ന് വീഡിയോസ് ചെയ്ത സമയത്ത് ഒരു റെയർ ആയിട്ടുള്ള, അതായത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രഥമ പൗരനായിട്ടുള്ള ഒരാള്, ആ വ്യക്തിത്വം കവിത എഴുതുന്നതാണെന്ന് നമുക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ കണ്ടപ്പോൾ ഞങ്ങളൊക്കെ ശരിക്കും അല്ലേ വിജയ മിസ്സേ, ഞങ്ങളൊക്കെ അന്ന് അന്തം വിട്ടുപോയോ, ഈ ആള് ഇങ്ങനെ കവിത എഴുതുന്ന ആളാണോ എന്നുള്ളത്. അപ്പം അതാരാണ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം. അതിനുശേഷം മനോഹരമായിട്ട് നമുക്ക് വിജയ മിസ് ചൊല്ലി തരികയും ചെയ്യും. അപ്പം ആ ഒരു വ്യക്തിയെ കുറിച്ച്, ശ്രേഷ്ഠനായ ഒരു മഹത് വ്യക്തിയെ കുറിച്ചൊന്ന് പറയാമോ? നമ്മുടെ കേരളത്തിൽ നിന്ന് രാഷ്ട്രപതിയായിട്ടുള്ള ഏക വ്യക്തി, നമ്മുടെ കോട്ടയം ജില്ലയുടെ അഭിമാനം, അല്ലെങ്കിൽ മലയാളികളുടെയൊക്കെ അഭിമാനമായ ശ്രീ KR നാരായണൻ. അദ്ദേഹം ഒരു സ്കോളർ ആയിരുന്നു. പക്ഷെ അദ്ദേഹം കുട്ടിക്കാലത്ത് കവിതകൾ എഴുതിയിരുന്നു എന്നുള്ളത് അപൂർവ ആൾക്കേ അറിയുള്ളൂ. കാന്താരചന്ദ്രിക എന്ന് പറഞ്ഞ ഒരു കവിത 1938 KR നാരായണൻ ഉഴവൂർ എന്ന് പറഞ്ഞ ബാലപംക്തിയിലാണ് വന്നത്. 6th ഫോമിൽ പഠിക്കുമ്പോൾ എഴുതിയൊരു കവിതയാണ്. ആ കവിത വളരെ അതിമനോഹരമായ, ആ ഒരു സ്കൂൾ നിലവാരത്തിലുള്ള ഒരു കുട്ടി ഇത്ര ഭംഗിയായിട്ട് കവിത എഴുതുന്നു എന്നുള്ളത് നമുക്ക് അത് ചൊല്ലിക്കേൾക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്. മാമിന് അറിയാമായിരുന്നു ഇദ്ദേഹം KR നാരായണൻ സാർ ഇങ്ങനെ ഒരു കവിതയൊക്കെ എഴുതുന്ന ആളാണെന്ന് അറിയാമായിരുന്നു? ഇല്ല, അതിപ്പോ കിട്ടിയ വിവരമാണ്. അറിയില്ലായിരുന്നു ആദ്യമായിട്ട് ഇത്രയും മനോഹരമായ കവിത എഴുതുമെന്ന്. ടീച്ചർ നന്നായി കവിത ചൊല്ലുമെന്ന് എനിക്കറിയാം. ടീച്ചറുടെ പാട്ടുകളും കവിതകളും ഞാൻ നിറയെ കേട്ടിട്ടുണ്ട്. അപ്പം ഡോക്ടറുടെ അടുത്ത് നിന്നാണ് റയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ കിട്ടുന്നത്. ചോദിക്കാം. പെട്ടെന്നാണ് ഞാനിത് കയ്യിലോട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് ഓൺ ദ സ്പോട്ട് ചൊല്ലാൻ പോകുന്നതാണ്. എങ്കിൽ നല്ല മനോഹരമായിട്ട് ചൊല്ലുമെന്ന് എനിക്കറിയാം. നമുക്കൊന്ന് ചൊല്ലിക്കേക്കാം. വിജന കാന്താര ഭൂമിയിൽ വെൺകതിർ വിതറിടും കൊച്ചു ചന്ദ്രികയല്ലി നീ, പികവതൂടിതൻ ഗാനമകരന്തം പകരുമോമന പൊൻകുടമല്ലി നീ, പ്രകൃതി ദേവി തന്നാനന പങ്കജം പ്രതിഫലിച്ചിടും ദർപ്പണമല്ലി നീ, കവിതയൂറിത്തുളുമ്പും കവിയുടെ വികസിതോല്ലാസമാനസമല്ലി നീ, പ്രണയ സൗരഭപൂരം ചിതറിടും തരുണിതൻ കമ്രനമ്രാസ്യമല്ലി നീ, അടവി തന്നിരുട്ടാഴിയിൽ തോണി പോൽ വിടരുമേകാന്ത വാസന്ത പുഷ്പമേ, വിപിന വായുവിൽ സൗരഭം വീശിയും വിജനഭൂമിയിൽ പൂന്തേനൊഴുക്കിയും വികലഭാഗ്യയായി വാണിടും സൂനമേ, വിഫലമല്ല നിൻ ത്യാഗസന്നദ്ധത. ചപലമാരുതനിട്ട വിളച്ചമ്പിൽ വന്ന ജലമെത്തയിൽ തല്ലിലുമെന്തേ, സഹജർദൻ ജീവരക്തം ചൊരിഞ്ഞിടും മനുജർദൻ ശ്വാസ പങ്കിലയല്ല നീ, വനലതികകൾ കോൾമയിർക്കൊള്ളുമാ തനിമരന്തമൊഴുകുന്ന പുഞ്ചിരി, തളിരിളകി തഴുകുന്നൊരോമന കുളിരണിപ്പൂതുകമൃതളാവലി, അതിലൊരൊറ്റ നിമിഷമേ വിഭ്രാന്തമതിൽ ലയിച്ചാത്മനിർവൃതി നേടുകിൽ, പടുമരുവിലെ പാലിളം ഗാനമായടവി തന്നിലെ വാടാവിളക്കതായി, വിരിയുമോമനത്തൂമലർമാലികെ അരിയ കാന്താര ചന്ദ്രികെ കൈതൊഴാം, വിരിയുമോമനത്തൂമലർമാലികെ അരിയ കാന്താര ചന്ദ്രികെ കൈതൊഴാം, അരിയ കാന്താര ചന്ദ്രികെ കൈതൊഴാം, അരിയ കാന്താര ചന്ദ്രികെ കൈതൊഴാം. മിസ് വളരെ മനോഹരമായിട്ട് ചൊല്ലി അല്ലേ? അപ്പം എനിക്ക് തോന്നുന്നു ഇദ്ദേഹം കവിത എഴുതുന്നുള്ളത് തന്നെ നമുക്ക് ആദ്യത്തെ ഒരു അറിവാണ്.
എനിക്ക് ഇതുവരെ അങ്ങനെ ഒരാൾ ചൊല്ലി കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ആദ്യമായിട്ടാണ്. അതെ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു KR നാരായണൻ സാറിന്റെ കവിത ചൊല്ലി എന്നുള്ള ഒരു ക്രെഡിറ്റ് ചിലപ്പം വിജയ മിസ്സിന് സ്വന്തമായിരിക്കും, ഉറപ്പില്ല. അതെ, അങ്ങനെ പക്ഷെ ആകട്ടെ. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ആവട്ടെ. അപ്പം തീർച്ചയായിട്ടും ഇഷ്ടമാകുകയാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഒരു വ്യക്തിത്വം കൂടി ആയിരുന്നു എന്ന് എല്ലാവരും അറിയട്ടെ. മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്